ശുഭനാൻ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നൊരു യാത്രയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ബ്രൈഡൽ പ്രോഡക്റ്റ്സ് എല്ലാം പോയി വാങ്ങിച്ചു. പക്ഷേ ഏറ്റവും വലിയൊരു സങ്കടമായിപ്പോയത് നമ്മൾ രാവിലെ ഇവിടുന്ന് പോയി കേട്ടോ. രാവിലെ ഇവിടുന്ന് പോയതും നമ്മളിവിടെ ഏറ്റുമാനൂരൊരു ഹോട്ടലിൽ കയറിയതും എൻ്റെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടതും പിന്നെ നമ്മൾ അവിടുന്ന് യാത്ര തിരിച്ച് നമ്മൾ മെട്രോ സ്റ്റേഷനിൽ പോയതും പിന്നെ അവിടുന്ന് പിന്നെ ഒരു ഓട്ടോയിൽ ഈ മിഡാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രൈഡൽ പ്രോഡക്റ്റ്സ് കിട്ടുന്ന ബ്യൂട്ടി മാർട്ടിൽ നമ്മൾ ചെന്നതും അവിടെ ഒരു 5-6 മണിക്കൂർ നമ്മൾ ചിലവഴിച്ചു കേട്ടോ. അവിടെ ഓരോ സാധനങ്ങളും എടുത്ത് കയ്യിലും മുഖത്തും എല്ലാം ഞാൻ പരീക്ഷിച്ച് നോക്കി. ഡ്രൈ, നോർമൽ, ഓയിലി, അങ്ങനെ എല്ലാ സ്കിന്നുകാർക്കും പറ്റിയതും നല്ല കളറുള്ളവർക്കും കളർ കുറഞ്ഞവർക്കും ഇരുനിറക്കാർക്കും എന്ന് പറഞ്ഞ പോലെ എല്ലാ കളറിനനുസരിച്ചുള്ള പാലറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ നോക്കി വാങ്ങിക്കുന്നതും പിന്നെ നമ്മൾ മറൈൻ ഡ്രൈവ് വന്നതും പിന്നെ നമ്മൾ ആ മാർക്കറ്റിൽ കൂടെ കുറേ നടന്നതും നമ്മളിവിടെ പാതിരാത്രിയായി വന്നപ്പം കേട്ടോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല സുന്ദരമായിട്ട് ഞാൻ ആദ്യമായിട്ട് ഇതുപോലെ വീഡിയോ പിടിച്ച. പക്ഷേ എനിക്ക് എന്തു പറ്റിയതാണെന്നറിയുമോ, ഞാനിതെല്ലാം എഡിറ്റ് ചെയ്തു. ഒരു 3/4 മണിക്കൂർ അടുത്ത്, ഒരു അരമണിക്കൂർ മിച്ചമുള്ളൊരു വീഡിയോ ആയിരുന്നേ കേട്ടോ. അപ്പോൾ എല്ലാം എടുത്തു. പക്ഷേ എല്ലാം എടുത്തു വന്നപ്പോൾ സേവ് അടിച്ചപ്പോൾ എനിക്ക് ഇത് സ്പേസ് ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് മെസ്സേജ് വന്നു. സ്പേസ് ഇല്ലാനായിട്ട് ഞാൻ എപ്പോഴും സ്പേസ് ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, വാട്സപ്പിലൊക്കെ ഇങ്ങനെ നമുക്ക് നിറഞ്ഞു നിൽക്കുമല്ലേ എപ്പോഴും. അപ്പോൾ സ്പേസ് ഇല്ലെന്നും പറഞ്ഞ് എപ്പോഴും എന്നും വീഡിയോ ഇട്ടാലും അങ്ങനെ വരും. പക്ഷെ ഞാൻ കുറേ ഇങ്ങനെ കളഞ്ഞപ്പം മേളിലത്തെ അറിയാതെ ഇങ്ങനെ ഒന്ന് കാണിക്കുമ്പോൾ ഫുൾ ആ ടിക്കങ്ങ് പോവുമല്ലേ. ഞാൻ അറിയാതെ കൈ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഇങ്ങനെ ഒന്ന് പതുക്കെ നീങ്ങി എൻ്റെ ഫുള്ള് വീഡിയോയും പോയി. പിന്നെ നമുക്ക് ഡിലീറ്റ് ആയി കളഞ്ഞ വീഡിയോ നമുക്ക് എടുക്കാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതിന് ഒരുപാട് ടൈം എടുത്ത് ഞാൻ എൻ്റെ മോളോടെല്ലാം പറഞ്ഞ് അതൊക്കെ നോക്കി. അപ്പോൾ എനിക്ക് 5-6 വീഡിയോ കിട്ടിയത് ബാക്കി ഇങ്ങനെ വന്ന് സ്റ്റക്കായിട്ട് നിൽക്കുക കേട്ടോ. അപ്പം പിന്നെ പോട്ടെ എന്ന് വിചാരിച്ചാണ്ട് വൈകുന്നേരം ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ ഇട്ട്. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. സങ്കടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം അതുപോലെ ഒരുപാട് വുമൻസ് ഞങ്ങൾ ഒരുപാട് അങ്ങനെ സന്തോഷമായിട്ട് ഒരുപാട് ആ മറൈൻ ഡ്രൈവിൽ കൂടെ ഒക്കെ ഒരുപാട് വീഡിയോസ് എടുത്തായിരുന്നു. പക്ഷെ അതെല്ലാം പോയി. ഒരു ഷോർട്സ് പോലും നന്നായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഷോർട്സ് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് വെറുതെ ചുമ്മാ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ഞാൻ പറഞ്ഞു എന്നാൽ ഒരു പാട്ടായിട്ട് എടുക്കാമെന്ന് പറഞ്ഞു വെറുതെ ഒരു പാട്ട് ഇങ്ങനെ ഇട്ടതാ. അത് വെറുതെ ഇട്ട്, അത് മാത്രമേ ഉള്ളായിരുന്നു ലാസ്റ്റ്. പിന്നെ എക്സലേറ്ററെ കയറുന്നതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഞാനിതിന് മുന്നേ എക്സലേറ്ററെ ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ കയറിയപ്പോൾ ഞാൻ വീഴാൻ തുടങ്ങിയിട്ട് എനിക്ക് പിന്നെ അത് കാണുമ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ. അപ്പം എന്നെ നാണക്കേടാ, ഇതേ കയറാം, അങ്ങനെയൊക്കെ ഹസ്ബൻഡ് ഒത്തിരി ഒക്കെ ഇങ്ങനെ പറയും. ഞാൻ മൈൻഡ് ചെയ്യാനേ പോകത്തില്ല. ഞാൻ പറയും എനിക്ക് പറ്റത്തില്ല, എന്നെ പിടിച്ച് ഉന്തിക്കയറ്റാവും നോക്കിയാൽ ഒന്നും നടക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ കിടന്നുകൊണ്ട് ഇങ്ങനെ ഓടി വന്ന് എന്നെ പുറകെ പിടിക്കും, കയറുന്ന ഞാൻ പറഞ്ഞു കയറുകയില്ല. അതിൻ്റെ തൊട്ട് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട് സ്റ്റെപ്പ് തപ്പിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല, എക്സലേറ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്റ്റെപ്പുണ്ട്. ഞാൻ സ്റ്റെപ്പ് ചാടി കയറി. സ്റ്റെപ്പിൽ മക്കൾസ് വരുന്നതിന് മുന്നേ ഞാൻ അതിൻ്റെ മേളിൽ കയറിയപ്പോൾ എന്നോട് മൂത്ത മോള് ചോദിച്ചു, ഇത് എങ്ങനെയാണ് അമ്മ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഇവിടെ വന്നതെന്ന് ചോദിച്ചു. അപ്പം നമുക്ക് ഒരു എക്സസൈസ് ഞാനപ്പോൾ ഇങ്ങനെ വെറുതെ പറഞ്ഞേ നല്ല എക്സസൈസ് സ്റ്റെപ്പ് വരണം. അപ്പോൾ അവർ പറഞ്ഞു എന്നും പറഞ്ഞു എല്ലാവരും എന്നെ കളിയാക്കി. അങ്ങനെ ഒത്തിരി സന്തോഷകരമായ നിമിഷങ്ങളും ഒക്കെ എല്ലാം ഞാൻ എടുത്ത് വെച്ചതാണ്. അയ്യോ എനിക്കറിയത്തില്ല എനിക്ക് എന്ത് പറ്റിയതെന്നത്. ഒരിക്കലും അങ്ങനെ കളയുന്നതല്ല. ആ ടിക്ക് ഇങ്ങനെ ഫുൾ ടിക്ക് ഇടുമ്പോൾ ഞാൻ ഇങ്ങനെ പോകത്തേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മൾ ഇത് ഡിലീറ്റ് ആക്കാൻ വേണ്ടിയേ നമ്മളൊരു ടിക്ക് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഡിലീറ്റിൻ്റെ ഫുൾ ഇങ്ങനെ പോകത്തല്ലേ ഉള്ളൂ. നമ്മൾ താഴെ വരും. അങ്ങനെയോ മേളിലോട്ട് കൈയായിട്ടോ എനിക്ക് ഓർക്കാൻ വയ്യ, സങ്കടം വരും. ഇനി പോട്ടെ, ഇനി അത് ഓർത്തിട്ട് കാര്യമില്ലല്ലോ, ഇനി അത് വിഷമിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ ആശ്വസിപ്പിച്ചു. അപ്പം പിന്നെ അതാണ് ഉള്ള വീഡിയോ ചുമ്മാ വെറുതെ ഒന്നിട്ടത് കേട്ടോ. അപ്പോൾ എല്ലാവരും അതിന് കമൻറ്റൊന്നും പക്ഷേ ഞാൻ എല്ലാ കമൻറ്റൊന്നും നോക്കിയില്ല കേട്ടോ. നിങ്ങളെല്ലാവരും വീഡിയോയ്ക്ക് കമൻറ്റ് ഇടണം കേട്ടോ. കമൻറ്റ് വായിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കമൻറ്റിന് മറുപടിയും ഞാൻ തരുന്നുണ്ടല്ലോ. പിന്നെ ഇപ്പോൾ കമൻറ്റ് കുറവാണ് കാണുന്നത് അല്ലേ. പിന്നെന്താ പറയുന്നത്, നമ്മൾ അവിടെ മിഡാസിൽ പോയി നമ്മൾ 6 മണിക്കൂറോളം ചിലവഴിച്ച് കേട്ടോ. പക്ഷെ ഞാൻ പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് പറഞ്ഞിട്ടാ പോയി, ആരും ധൃതി വെക്കരുത്. എനിക്ക് സാവകാശം വേണം അവിടെ ചെന്ന് പ്രോഡക്റ്റ്സ് തിരഞ്ഞെടുക്കാനായിട്ട്.
എനിക്ക് ഇതിനു മുന്നേ ബ്രൈഡ്സിനെ ഒരുക്കി വിട്ടപ്പോഴും ഒക്കെ നമ്മുടെ കയ്യിൽ എല്ലാ പ്രോഡക്ട്സും ഉണ്ട്, എങ്കിലും കുറച്ച് കോസ്റ്റ്ലി ആയതും കുറച്ച് നല്ല ഒരു മാക്കിൻ്റെ തന്നെ ആണെങ്കിൽ അവരുടെ സ്റ്റാർട്ടിങ് തന്നെ 5000 ആണ് ചെറുതിന് കേട്ടോ. ചെറുതെന്ന് പറഞ്ഞാൽ തീരെ ചെറുതില്ല, അതിൻ്റെ കുഞ്ഞുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ചെറുതുണ്ടോയെന്നറിയില്ല, ഞാൻ നോക്കിയില്ല. എനിക്ക് ഒരുമാതിരി വലുതാണ് ഞാനെടുത്ത്, ഒത്തിരി വലുതല്ല. പിന്നെ അതിൻ്റെ തന്നെ മീഡിയം, ലാർജ് അങ്ങനെ എല്ലാം വാങ്ങിച്ചു. പിന്നെ ഫോറെവറിൻ്റെ മേടിച്ചു, പിന്നെ PCയുടെ മേടിച്ചു. അങ്ങനെ നല്ല 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 പ്രോഡക്റ്റ്സ്. ഇപ്പോൾ നിങ്ങളൊക്കെ ഒരു പ്രൊഫഷണൽ എന്താ പറയുന്നത്, ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമുക്ക് മിഡാസിലെല്ലാം ഉണ്ട് കേട്ടോ. എനിക്ക് രഞ്ജിമാരാണ് ഇത് പറഞ്ഞു തന്നത് കേട്ടോ. മിഡാസിലെല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടുമെന്ന് സത്യമാണ് കേട്ടോ. അവിടെ ചെന്നൊരു മായാ ലോകമാണ്. നമുക്ക് എല്ലാ പ്രോഡക്ട്സും നല്ല 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 എല്ലാ പ്രോഡക്ട്സും, പിന്നെ അവിടെ നിൽക്കുന്നവരാണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആണ്. എല്ലാം നമുക്ക് നന്നായിട്ട് നോക്കി 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 ഞങ്ങളൊരു 5-6 മണിക്കൂർ അവിടെ നിന്ന് ആണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. നിങ്ങളെ പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ കാണിക്കാം, ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ്സ് എല്ലാം കാണിക്കാം. നമ്മൾ ആ ബാസ്ക്കറ്റിൽ നിന്ന് വെളിയിൽ പോലും എടുത്തിട്ടില്ല. ഇന്നലെ വൈകിട്ട് കുട്ടികൾ നോക്കുന്നുണ്ട് കേട്ടോ, അല്ലാതെ ഞാനൊന്നും പിന്നെ നോക്കിയില്ല. എനിക്ക് ഇന്ന് ഒട്ടും സമയം കിട്ടിയില്ല. നമ്മുടെ ഓയിലിന് ഡിസംബർ 1 മുതൽ നമ്മൾ ഒരു 50 രൂപ കൂട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഓർഡർ വന്നായിരുന്നു. അതായത് നവംബർ 30 വരെ കുറേ ഓർഡർ വന്നു. അപ്പോൾ ഡിസംബർ 1-ാം തീയതി നമ്മൾ പറഞ്ഞായിരുന്നു 50 രൂപ കൂട്ടുമെന്ന്. അപ്പം അതുകൊണ്ട് ഓയിലിൻ്റെ വർക്കായിരുന്നു കുഞ്ഞുങ്ങളെ ഇത്രയും നേരവും. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പിന്നെ ഒന്ന് കണ്ണ് പോലും എഴുതിയില്ല. കണ്ണെഴുതാത്ത ഒരു ദിവസം എനിക്കില്ല. രാവിലെ കുളിച്ചിട്ട് ഓയിലിൻ്റെ വർക്കിലോട്ട് കയറുതാ കേട്ടോ. പിന്നെ ഞങ്ങൾ 2 പേരും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒത്തിരി ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഇന്ന് കുറേ ഓർഡർ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൊടുത്തു. പിന്നെ ആർക്കെങ്കിലും ഇനി കിട്ടാനുണ്ടോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ, ഈ തിരക്കിനിടയ്ക്ക് ആയതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങനത്തെ കിട്ടാനുണ്ടെങ്കിൽ വാട്സപ്പിൽ കിട്ടിയില്ല എന്നും പറഞ്ഞ് വരണം കേട്ടോ. പിന്നെന്താ പറയാനുള്ള, പിന്നെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് എനിക്ക് പറഞ്ഞില്ലെങ്കിൽ അത് വിഷമമാകട്ടോ. എനിക്ക് ഇപ്പം നമ്മൾ പോയി, ഇപ്പം നല്ല ഒരു ഷോപ്പിൽ പോയി നമ്മളെല്ലാ പ്രോഡക്ട്സും, നമ്മുടെ ബ്രൈഡൽ മേക്കപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടുതലും നല്ല 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 പ്രോഡക്റ്റ്സൊക്കെ വിദേശ രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ അത് ഇവിടെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അന്ന്, അതായത് ഒരു 5-10 വർഷം മുന്നേ വിദേശ രാജ്യങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന പ്രോഡക്റ്റ്സ് എല്ലാം നമുക്കിപ്പോൾ ഇവിടെ നാട്ടിൽ കിട്ടും. അതൊരു വലിയ, പിന്നെ കൊറിയൻ ജെല്ലൊന്നും, അതൊക്കെ അതിനോട് ഉപമിക്കുന്ന ജെല്ലൊക്കെ ഉണ്ട് ഇവിടെ. എന്നാലും ആ ജെല്ലൊക്കെ വേണമെങ്കിൽ അത് നല്ല എക്സ്പെൻസീവുമാണ്. അപ്പോൾ എങ്കിലും ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും നമ്മുടെ നാട്ടിലിപ്പം കിട്ടുന്നുണ്ട്. എനിക്ക് മുന്നേ ഇതുപോലെ എനിക്ക് 2-3 പ്രോഡക്റ്റ്സൊക്കെ വേണ്ടിയിരുന്ന സമയത്ത് നമ്മൾ ഒരാളോട് ചോദിച്ച്, എൻ്റെ അമ്മോ അതൊന്നും ഓർക്കാൻ മേലാത്ത കാര്യങ്ങളാണ്. അത് നിങ്ങളിലൊന്നും എനിക്ക് പറയാനും മടിയാണ്. ഇപ്പം നമുക്ക് ദൈവം തന്നെ നമുക്ക് എല്ലാ പ്രോഡക്ട്സും കിട്ടുന്ന ഒരു ഷോപ്പും നമ്മളെ കാണിച്ചു തന്നു. അതിനുള്ള വഴിയും ദൈവം നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഒത്തിരി ഹാപ്പി. അന്നൊക്കെ നമ്മൾ കുറച്ച് വിഷമിക്കും കേട്ടോ. കാരണം നമ്മളിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തിട്ട് നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ നമ്മളോട് ഒരു ഭാഷയുണ്ട്, അതിവിടെ പറയുന്നില്ല ഞാൻ, അങ്ങനെ നമ്മളെ ഇതാക്കിയത്. പക്ഷേ നമുക്ക് വേണ്ട, നമുക്ക് വെയിറ്റ് ചെയ്ത് ദൈവം നമുക്ക് എല്ലാ സാധനങ്ങളും ദൈവമായിട്ട് എനിക്ക് തന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ ബ്രൈഡൽ മേക്കപ്പിനുള്ള എല്ലാ പ്രോഡക്ട്സും എനിക്ക് വാങ്ങിക്കാനുള്ള ഒരിത് ദൈവം എനിക്ക് ആക്കി തന്നു. പിന്നെന്താ, അപ്പം പിന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടല്ലോ കൂട്ടുകാരെ, അല്ലേ? അപ്പോൾ അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ഫുൾ ഹാപ്പിയാണ്. നമ്മൾ പിന്നെന്താ, പിന്നെ നിങ്ങളിനി നിങ്ങൾക്ക് ബ്രൈഡൽ മേക്കപ്പ് ആവശ്യമുണ്ടെങ്കിൽ കേരളത്തിനകത്ത് എവിടെ വേണേലും അവിടെ വന്ന് ചെയ്തു തരും. മുന്നേ ഒന്നും ഞാനിങ്ങനെ പോകത്തില്ലായിരുന്നു കേട്ടോ. ഇവിടെ പാർലറിൽ വരുന്നവർക്ക് ചെയ്തു കൊടുക്കും, അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ എന്ന് വെച്ചാൽ അങ്ങനെയും കൂടെ പോയാൽ നമുക്ക് അതിൻ്റേതായ ഒരു ഫുള്ള് നമുക്ക് എല്ലാം നമുക്ക് ഒരിതാകത്തുള്ളൂ. അപ്പം എൻ്റെ എല്ലാ പ്രോഡക്ട്സും വെച്ച് എനിക്ക് ഒരുങ്ങാൻ കൈ ഇങ്ങനെ വെമ്പലുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ. അപ്പോൾ ജനുവരിയിലുണ്ട് കേട്ടോ നമുക്ക്. അപ്പം ഈ മാസമൊക്കെ ഒത്തിരി കുറവുള്ള മാസങ്ങളാണ്. പിന്നെ ഇനി മുന്നോട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ബ്രൈഡൽ മേക്കപ്പ് മിതമായ നിരക്കിൽ അവിടെ വന്ന് ചെയ്തു തരുന്നതായിരിക്കും.
അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിൽ തന്നെ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. അപ്പോൾ നാളെ ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ്സ് എല്ലാം നിങ്ങളെ കാണിച്ചു തരാവേ. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്ന കാരണം എന്താണെന്നറിയുമോ, ഇപ്പോൾ ഒട്ടും സമയമില്ലായിരുന്നു. ഇനി എനിക്ക് ഒന്നും കൂടെ കുളിക്കണം, ഇപ്പോൾ സന്ധ്യയാകാറായി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഇപ്പോൾ ഈ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഡസ്റ്റ്, ഡെഡ് സെൽസ് ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ മുഖത്ത് ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോഴൊക്കെ നമ്മുടെ മുഖത്ത് സംഭവിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോഴോ നമ്മൾ നിങ്ങൾക്കൊരു ഫംഗ്ഷന് പോകണമെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു ഫേഷ്യലാണ് ഞാൻ ഇന്നിപ്പം കാണിക്കാൻ പോകുന്നത്. എല്ലാ പ്രോഡക്റ്റ്സും നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള പ്രോഡക്റ്റ്സ് ആകട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മൾ ക്ലെൻസ് ചെയ്തിട്ടാണല്ലോ വന്ന് കയറിയിരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ക്ലെൻസ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് കാപ്പിപ്പൊടി, പഞ്ചസാര, ഒരു 3-4 തുള്ളി നാരങ്ങാനീര്, 2-3 തുള്ളി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നല്ലപോലെ ഒന്ന് റബ്ബ് കൊടുത്തിട്ട് നമ്മുടെ മൂക്കിലെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഡസ്റ്റ്, ഡെഡ് സെൽസ് എല്ലാം ക്ലീൻ ആവുന്ന തരത്തിൽ ചെറിയ ഒരു പ്രഷർ പോയിൻ്റ് കൊടുത്ത് ഒരു മസാജ് കൊടുത്തിട്ട് നല്ലപോലെ വാഷ് ചെയ്തിട്ട് വരാവേ. അപ്പോൾ ഇതാ നന്നായിട്ട് വാഷ് ചെയ്തു, നല്ലപോലെ വാഷ് ചെയ്തു. നമുക്ക് നല്ല സോഫ്റ്റായി സ്കിന്ന്. പിന്നെ നമ്മുടെ സ്കിന്ന് ആ പഞ്ചസാര തരികളും കാപ്പിപ്പൊടിയും നാരങ്ങാനീരും കൂടെ നമ്മൾ ഒഴിച്ചു. പിന്നെ നമുക്ക് കുഴയാൻ ആവശ്യത്തിന് പാലും കൂടെ ഒഴിച്ചു. അപ്പം നന്നായിട്ട് മസാജ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ സ്കിന്ന് സോഫ്റ്റ് ആവും, സ്കിന്ന് നല്ല സുന്ദരമാകും കേട്ടോ. ഇനി നമുക്ക് ഒരു മസാജ് കൊടുക്കണം. മസാജിനായിട്ട് ഞാനിവിടെ അലോവേര എടുത്തേക്കുന്നത്. അലോവേര ഒരു മണിക്കൂർ മുന്നേ നല്ലപോലെ ഇത് എടുത്തു വെച്ചിട്ടുള്ള കുത്തിച്ചാരി വെച്ച് നന്നായിട്ട് 2 സൈഡും കട്ട് ചെയ്ത് ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുവാണ്. അപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ടായിരിക്കുവേ നല്ല നിറച്ച് ജെല്ലുണ്ട് കേട്ടോ. അപ്പോൾ മസാജ് ചെയ്യാൻ പോവാണ്. നമ്മുടെ അലോവേര മാത്രം ഇട്ടാണ് ഞാൻ മസാജ് ചെയ്യുന്നത് കേട്ടോ. ഒരു അരമുറി എടുത്ത് ഫുള്ള് മസാജ് ചെയ്ത് കേട്ടോ. മസാജ് ചെയ്തിട്ട് ഇത് നമ്മൾ മുഖത്ത് ഒന്ന് നല്ലതുപോലെ നമ്മൾ പായ്ക്കൊക്കെ ഇടുന്ന പോലെ തന്നെ ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് മുഖത്ത് ഒന്ന് അബ്സോർബ് ആകട്ടെ. നമ്മുടെ അലോവേര അല്ലേ നമുക്ക് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലൊരു മോയ്സ്ചർ കിട്ടുന്ന, സ്കിന്നിന് കളർ കിട്ടുന്ന നിങ്ങൾക്ക് അലോവേരയുടെ ഗുണങ്ങൾ എപ്പോഴും പറഞ്ഞു തരേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ ഇത് കുറച്ച് മുഖത്ത് നന്നായിട്ട് അവിടെ ഇരിക്കട്ടെ. ഇത് മുഖത്ത് കളയുന്നില്ല ഞാൻ കേട്ടോ. ഇത് മുഖത്തേക്ക് നല്ലപോലെ അബ്സോർബ് ആകാനായിട്ടുള്ള ടൈം ഞാൻ കൊടുക്കുക. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറയാം. ഈ കസ്തൂരി മഞ്ഞളിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. കാരണം എനിക്കറിയാം ഇത് വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ഇതിന് ഒത്തിരിയും ഡൗട്ട്സ് വരുമെന്ന് എനിക്കറിയാം. നമ്മുടെ കസ്തൂരി മഞ്ഞളെന്ന് പറയുന്നുണ്ടല്ലോ, ഇത് കണ്ടോ, പൊടിച്ച് കഴിയുമ്പോൾ
ഇപ്പം ഞാൻ നമ്മുടെ ഓയിലിനകത്ത് ഞാൻ കസ്തൂരി മഞ്ഞൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിങ്ങനെ ഒരുപാട് ഇങ്ങനെ അവർ പുഴുങ്ങി ഉണങ്ങി വെയിലത്ത് വെച്ച് ഉണങ്ങുന്ന സ്ഥലത്ത് നിന്ന് നല്ല ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് ഞാൻ വാങ്ങിക്കുന്നത്. എനിക്ക് കുറച്ച് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടുന്നത് അങ്ങനെ വാങ്ങിക്കുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ, അതായത് ആ ഒരു കഷ്ണം എന്ന് പറഞ്ഞാൽ ഈ ഒരു മഞ്ഞ കളറിലല്ല ഇരിക്കുന്നത്, ഒരു ബിസ്ക്കറ്റിൻ്റെ കളറ് അല്ല ഒരു ഗോതമ്പിൻ്റെ കളറ്, ആ ഒരു കളറാണ് നമ്മുടെ ഉണങ്ങി നമുക്ക് അവർ തരുന്ന കസ്തൂരി മഞ്ഞൾ. പക്ഷേ നമ്മളത് നന്നായിട്ട് കഴുകി, ഞാൻ എൻ്റെ ഫുള്ള് ഓയിലിനകത്തിരുന്ന എല്ലാ സാധനങ്ങളും നല്ല ചാക്കയിലോ നല്ല വരമ്പയിലോ എന്തെങ്കിലും ഇട്ട് ഞാൻ നന്നായിട്ട് കഴുകി ഉണക്കി ഒരു പാത്രത്തിൽ, വലിയൊരു പാത്രത്തിൽ ഞാൻ ഇട്ട് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് കസ്തൂരി മഞ്ഞളിൻ്റെ ആ പീസ് മാത്രം എടുത്തിട്ട് ഞാൻ പൊടിച്ചു. ഇത് കണ്ടോ, ഇതിന് മുന്നേ ഞാൻ ഇങ്ങനെ കസ്തൂരി മഞ്ഞൾ ഇങ്ങനെ ഇട്ട് കാണിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു, ആരോ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കസ്തൂരി മഞ്ഞൾ അല്ല എന്ന് കേട്ടോ. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പം കാണിച്ചു തരുന്നത്. നമ്മുടെ ഒറിജിനൽ ബിസ്ക്കറ്റിൻ്റെ കളറുള്ള ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ വാങ്ങിക്കുമ്പോൾ അതിന് ഒരിക്കലും മഞ്ഞ കളറല്ല, ഒരു ബിസ്ക്കറ്റിൻ്റെ കളറായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗോതമ്പ് കളറില്ലേ ആ ഒരു കളറായിരിക്കും. നമ്മൾ പക്ഷേ അത് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി പൊടിക്കുമ്പോൾ ദാ ഈ ഒരു മഞ്ഞ കളർ വരും കേട്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡൗട്ട്സ് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഈ ഒരു കളറ് കേട്ടോ, നല്ലൊരു മഞ്ഞ കളർ വരും. അപ്പം ഒരിക്കലും കസ്തൂരി മഞ്ഞൾ അതായിട്ട് വാങ്ങിക്കുമ്പോൾ മഞ്ഞ കളറിൽ ഇരിക്കത്തില്ല കേട്ടോ, ഇതാ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഈ കസ്തൂരി മഞ്ഞൾ നമ്മുടെ ഫേസിലോട്ട് ഇട്ട് കൊടുത്താൽ എന്താണെന്നറിയോ സംഭവിക്കുന്നത്, നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും, നല്ലൊരു തണുപ്പ് മുഖത്ത് കേട്ടോ. അല്ലാതെ കസ്തൂരി മഞ്ഞൾ അല്ലാതെ നമുക്ക് കിട്ടുന്ന ഇതുപോലെ എന്തെങ്കിലും കെമിക്കലൊക്കെ അടങ്ങിയതും ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ അല്ലാത്തതുമാണെങ്കിൽ നമ്മുടെ സ്കിന്നിലിട്ട പുകയും, നന്നായിട്ട് പുകയും. അതെല്ലാവരും മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ മുഖത്തേക്ക് ഈ ഒരു അലോവേര ഇതാ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഉണങ്ങിയിരിക്കുന്ന അലോവേര ഞാൻ കഴുകിക്കളയുന്നില്ല. ഇതിലേക്കാണ് ഞാൻ കസ്തൂരി മഞ്ഞളും, പായ്ക്കിട്ട് കൊടുക്കണമല്ലോ നമുക്ക്, കസ്തൂരി മഞ്ഞളും പാലും, കസ്തൂരി മഞ്ഞളും പാലും മാത്രം പായ്ക്ക് കേട്ടോ. ഞാൻ മുന്നേ പണ്ടൊക്കെ കസ്തൂരി മഞ്ഞളും പാലും മാത്രമായിട്ട് ഇടുമായിരുന്നു കേട്ടോ, ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നത്. അതായത് കൊച്ചിലെ ഒരു പ്രീ ഡിഗ്രി സമയത്തെ കാര്യമൊക്കെയാണ് പറയുന്നത് കേട്ടോ. കസ്തൂരി മഞ്ഞൾ ഇത് കണ്ടോ, നമ്മുടെ കൈ പൊട്ടുമ്പം തന്നെ നല്ലൊരു തണുപ്പായി സാധനത്തിന് കേട്ടോ, ഒറിജിനൽ കസ്തൂരി മഞ്ഞളിന്. ഇനി നന്നായിട്ട് മുഖത്തിട്ട് കൊടുക്കാവേ കണ്ടോ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ അല്ല എങ്കിൽ നമ്മുടെ ഫേസിലേക്ക് ഇടുമ്പോൾ തന്നെ നമുക്ക് പുകയാൻ തുടങ്ങും. കേട്ടോ, എന്തൊരു നല്ല നമ്മളെടുത്ത സാധനങ്ങളെല്ലാം നമുക്ക് ഒന്നിനൊന്നിന് നാച്ചുറൽ പ്രോഡക്റ്റ്സാണ് നമ്മൾ എടുത്തത്. നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളിൻ്റെ ഒരു കാര്യം മാത്രമല്ലേ ഉള്ളൂ, നമുക്ക് ഒറിജിനൽ കിട്ടുമോ എന്നൊരു സംശയം. കസ്തൂരി മഞ്ഞൾ ആരുടെ കയ്യിൽ നിന്നും ഞാൻ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുക, എൻ്റെ അടുത്ത് ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ചേച്ചി അത് കസ്തൂരി മഞ്ഞളല്ലായിരുന്നു, മുഖത്ത് ഭയങ്കര പുകച്ചിലാണ് ഇടുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കാണുന്നവർ ഞാൻ ഒരു കാര്യം പറയുക, നിങ്ങൾ ഒറിജിനൽ കിട്ടുന്നിടത്ത്, അതായത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളിൻ്റെ കളറ് ഒരിക്കലും മഞ്ഞ കളറല്ല, ഒരു ബിസ്ക്കറ്റിൻ്റെ കളറല്ല, ഒരു ഗോതമ്പിൻ്റെ കളർ, എന്താ പറയുക, ഒരു ക്രീം കളറ്. അത് നിങ്ങൾ ഓർത്താൽ മതി. അത് നിങ്ങൾ വാങ്ങിക്കുക, ഒരിക്കലും പൊടി വാങ്ങിക്കരുത്. ഇപ്പോൾ ഇത് എന്തോ ഒരു സുഖം എൻ്റെ മുഖത്ത്, നല്ലൊരു തണുപ്പാണ്. ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിട്ടാൽ സൂപ്പറാണ്. അത് മാത്രം ഇട്ടാലും നിങ്ങൾക്ക് എന്ന് വിട്ടാൽ മതി, എന്ന് വിടാവുന്നൊരു കാര്യമാണ്. നല്ല കളർ വരാനും കറുപ്പ് പോകാനും നിങ്ങൾക്ക് നല്ല ഒരു കാര്യമാണ് ഈ കസ്തൂരി മഞ്ഞളെന്ന്. അതുപോലെ ഗുണമുള്ള ഒരു കാര്യമാണ് കസ്തൂരി മഞ്ഞൾ. അതിൻ്റെ കൂടെ പാലും കൂടെ ചേരുമ്പോഴത്തേനും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കസ്തൂരി മഞ്ഞൾ മാത്രം ആരുടെ കയ്യിൽ നിന്നും പാക്കറ്റിൽ പൊടിച്ചത് വാങ്ങിക്കാതിരിക്കുക കേട്ടോ കൂട്ടുകാരെ. ഞാൻ പറയുന്ന കേൾക്കണം കേട്ടോ. നമുക്ക് അതിനകത്ത് ഫുള്ള് കെമിക്കലും എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് കസ്തൂരി മഞ്ഞളിനായി നല്ല വില കൊടുക്കണം. ആ വിലയിൽ നിങ്ങൾ വാങ്ങിക്കുക. നമ്മുടെ ഒരാട മുഖത്തോ 2 അട മുഖത്തോ ദിവസവും ഇട്ടാലും ഒരു തുള്ളി പോരെ, അത് ഒറിജിനൽ മാത്രം ഇടുക കേട്ടോ.
പിന്നെ പൊടിച്ച് കഴിയുമ്പോൾ ഇതാ ഇങ്ങനെ കിട്ടുകയും ചെയ്യും. എന്നും വെച്ച് ഇതിന് മുന്നേ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി വാങ്ങിക്കുന്നിടത്ത് നിന്ന് ഞങ്ങൾക്ക് തരാമോ എന്ന്. ഞാൻ തന്നെ എന്തേരെ ജാമ്യം എടുത്തിട്ടാണെന്നറിയോ എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ അങ്ങനെ തരാനില്ല കേട്ടോ. എനിക്ക് എൻ്റെ ഓയിലിന് നല്ലതായിട്ട് ഇടണം, പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്ക് പൊടിച്ച് വെക്കുകയൊക്കെ ചെയ്യത്തില്ലേ. അപ്പം നിങ്ങൾ എവിടുന്നാണ് വാങ്ങിക്കുന്നത്? അങ്ങാടിക്കടകളിൽ പറയുക എനിക്ക് ഒറിജിനൽ വേണം. അപ്പോൾ നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പം കടും മഞ്ഞ കളറിലല്ലാതെ ഞാൻ പറഞ്ഞ കളറിലുള്ള കസ്തൂരി മഞ്ഞൾ വാങ്ങിക്കുക. അതുപോലെ തന്നെ ഇത് കണ്ടോ, വേറെ ഒരുപാട് മഞ്ഞ കളർ വരത്തില്ല നമ്മുടെ കയ്യിലിട്ടാലും. ഇത് കണ്ടോ, ഞാനിപ്പോൾ ഇട്ടതാന്ന് പോലും തോന്നില്ല. പിന്നെ നമ്മുടെ മുഖത്ത് കുറച്ച് കട്ടിക്കിടുമ്പോൾ കുറച്ചൊരു മഞ്ഞ കളർ വരും. പിന്നെ പൊടിച്ചതിന് ഈ നല്ലൊരു മഞ്ഞ കളർ വരും. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ താഴെ ഇറങ്ങി ചെന്നിട്ട് ഒരു 10 മിനിറ്റ് ഇത് മുഖത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ കയറാൻ പോകും. അതുകൊണ്ട് ഞാൻ ഇനി കഴുകി കളഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നില്ല. നാളെ രാവിലെ ഞാൻ നമ്മൾ വാങ്ങിച്ച പ്രോഡക്റ്റ്സൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കാനായിട്ട് ഞാൻ വരാം. ആ ചാക്കിൽ തന്നെ വെച്ചേക്കുക കേട്ടോ. ചാക്കിൽ എന്ന് പറഞ്ഞാൽ വലിയ ചാക്കൊന്നുമില്ല, ചാക്കിൻ്റെ ബാസ്ക്കറ്റില്ലേ, അതാ ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മൾ എത്ര രൂപ മുടക്കിയാൽ ഇച്ചിരി സാധനങ്ങളെ കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഞാൻ അതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഞാനിനി പോവാണ്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു.